നമസ്കാരം. സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി മുതൽ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ടെത്തിക്കാൻ യു.ഡി.എഫ് സർക്കാർ തീരുമാനിച്ചതോടെ വിരളിയെടുത്ത് നിൽക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ മുഖംമൂടിയാണ് ജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുന്നത്. കിടപ്പു രോഗികൾ ഒഴികെയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. എന്നാൽ ഈ സുതാര്യമായ ഭരണ പരിഷ്കാരത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എം.വി. ഗോവിന്ദനും വി. ശിവൻകുട്ടിയും ഒക്കെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജനകീയ പെൻഷൻ വിതരണം തകിടം മറിക്കുന്നു, സഹകരണ സംഘങ്ങളെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തെ ഇത്രയധികം ഭയപ്പെടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുവരെ നടന്ന സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണത്തിന്റെ മറവിൽ നടന്ന വൻ തട്ടിപ്പുകളും രാഷ്ട്രീയ ചൂഷണങ്ങളും ഇതോടെ അവസാനിക്കുമെന്ന ഒരൊറ്റ പേടിയാണ് ഈ നിലവിളികൾക്ക് പിന്നിലുള്ളത്. മരിച്ചുപോയ ആളുകളുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് പെൻഷൻ തുക കീശയിലാക്കിയിരുന്ന പരിപാടി ഇനി നടക്കില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പെൻഷൻ തുക വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് സർക്കാർ നൽകുന്ന തുകയുടെ ക്രെഡിറ്റ് മുഴുവൻ പാർട്ടിയുടെ അക്കൗണ്ടിൽ അടിച്ചു മാറ്റുന്ന തറവേല ഇനി കാണാനും കഴിയില്ല. അതിലും കഷ്ടം പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങളുടെ കയ്യിൽ നിന്ന് 2000 രൂപ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് 500 രൂപ നിർബന്ധിച്ച് പാർട്ടി പിരിവ് കണക്ക് പറഞ്ഞു വാങ്ങുന്ന ചില പ്രാദേശിക നേതാക്കളുടെ കുറുക്കുവഴിയും ഇതോടെ അടഞ്ഞുപോയിരിക്കുകയാണ്. മരിച്ചവരുടെ പേരിൽ പോലും സഹകരണ ബാങ്കുകൾ വഴി പണം സ്വർഗ്ഗലോകത്തേക്ക് അയച്ചിരുന്ന സഖാക്കൾക്ക് ഇനി അർഹതപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുമ്പോൾ വരുമാനവും പാർട്ടി പ്രവർത്തനത്തിനുള്ള കമ്മീഷനും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 മാസങ്ങളിലും യു.ഡി.എഫ് സർക്കാർ കൃത്യസമയത്ത് പെൻഷൻ തുക അനുവദിച്ചിരുന്നു. എന്നാൽ ചില സഹകരണ ബാങ്കുകൾ ഈ പണം അർഹരായവരുടെ കൈകളിൽ എത്തിക്കാതെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയും വി.ഡി. സതീശൻ സർക്കാർ പെൻഷൻ തരുന്നില്ല എന്ന ദുഷ്പ്രചരണം നടത്തുകയുമായിരുന്നു. ഇനി എങ്ങനെ ഇവർ ഇത്തരം കുപ്രചാരണങ്ങൾ നടത്തും? അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നേരിട്ടെത്തുമ്പോൾ ഇടനിലക്കാരുടെ വെട്ടിപ്പുകളും വൈകിപ്പിക്കലും രാഷ്ട്രീയ തട്ടിപ്പുകളും എന്നേക്കുമായി നിലയ്ക്കും. വയോജനങ്ങൾ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ പിന്നെ ഇവർക്ക് എങ്ങനെ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും? പെൻഷൻ എന്നത് രാഷ്ട്രീയക്കാരുടെയോ പാർട്ടിക്കാരുടെയോ ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നൽകുന്ന പെൻഷൻ സുതാര്യമായി അവരുടെ കൈകളിൽ എത്തിക്കുകയാണ് വേണ്ടത്. കിടപ്പു രോഗികൾക്കും അവശരായ വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും ബാങ്ക് മിത്രങ്ങൾ വഴിയോ പ്രത്യേക സംവിധാനങ്ങൾ വഴിയോ വീടുകളിൽ പണം എത്തിക്കുമെന്ന് സർക്കാർ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഈ തീരുമാനത്തെ എതിർക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പിണറായിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം തങ്ങളുടെ കമ്മീഷൻ തുക നിലയ്ക്കുമോ എന്ന വേവലാതി മാത്രമാണ്. അനർഹരെയും വ്യാജ ഗുണഭോക്താക്കളെയും ഇടനിലക്കാരെയും ഒഴിവാക്കി അർഹതപ്പെട്ട സകലരുടെയും കൈകളിൽ പെൻഷൻ തുക സുരക്ഷിതമായി എത്തിക്കുന്ന സർക്കാരിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ജനങ്ങൾ. സഹകരണ തട്ടിപ്പുകളും രാഷ്ട്രീയ ചൂഷണങ്ങളും നിലയ്ക്കുമെന്ന ഭയത്താലുള്ള ഈ കുപ്രചാരണങ്ങളെല്ലാം അർഹരായ ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.